തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതാംബയുടെ ആറ്റുകാലമ്മയുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 BJP അംഗങ്ങൾക്കെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഭാരതാംബയുടെയും ആറ്റുകാലമ്മയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 BJP അംഗങ്ങൾക്കെതിരെ CPM സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പരാതി നൽകി. ഭരണഘടനാപരമായ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നും കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നുമാണ് പരാതിയുടെ പ്രധാന ആവശ്യം. തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് വിവാദാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത്. നിശ്ചിത മാതൃകയിലുള്ള ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ മാത്രമേ സത്യപ്രതിജ്ഞാ വേളയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കെ അത് ലംഘിച്ച് വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കനുസൃതമായ പേരുകൾ ഉപയോഗിച്ചാണ് ഭരണഘടന വിരുദ്ധമായാണെന്ന് CPM ആരോപിക്കുന്നു. ആറ്റുകാലമ്മയുടെയും ഭാരതാംബയുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ലെന്നും അതിനാൽ ഇവർക്ക് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനോ വോട്ട് ചെയ്യുവാനോ അവകാശമില്ലെന്നുമാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ടു പോകാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനവുമായി കാത്തിരിക്കുകയാണെന്നും നിയമപരമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്നും CPM നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന നിലപാടിലാണ് BJP നേതൃത്വം. വരും ദിവസങ്ങളിൽ ഈ വിഷയം സഭയ്ക്കകത്തും പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന കാര്യം ഉറപ്പാണ്.